2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള രാഷ്ട്രീയം വലിയ ചർച്ചകളിലൂടെയും വിവാദങ്ങളിലൂടെയുമാണ് കടന്നുപോകുന്നത്. പാലക്കാട് മണ്ഡലത്തെ കേന്ദ്രീകരിച്ചുവരുന്ന രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾ വരാനിരിക്കുന്ന പോരാട്ടത്തിന്റെ തീവ്രത വെളിപ്പെടുത്തുന്നതാണ്. പാലക്കാട് നിന്ന് വീണ്ടും ജനവിധി തേടാനൊരുങ്ങുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അദ്ദേഹത്തെ വേട്ടയാടുന്ന പഴയ വിവാദങ്ങൾ പുതിയ രൂപത്തിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച പരാതിക്കാരിയുടെ ഭർത്താവ് ഇപ്പോൾ പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ്. തന്റെ സമാധാനപരമായ കുടുംബജീവിതം തകർത്തത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന അതീവ ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. തന്റെ ഭാര്യയെ തെറ്റിദ്ധരിപ്പിച്ചും പ്രലോഭിപ്പിച്ചും കുടുംബത്തിൽ നിന്ന് അകറ്റിയെന്നും രാഹുലിന്റെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ സ്വകാര്യ ജീവിതം ബലി കൊടുത്തെന്നുമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. രാഹുൽ നടത്തിയ ഇടപെടലുകൾ കാരണം തന്റെ കുടുംബം ഇന്ന് സൈബർ ആക്രമണങ്ങൾക്കും സാമൂഹികമായ ഒറ്റപ്പെടുത്തലുകൾക്കും ഇരയാകുകയാണെന്നും അദ്ദേഹം വികാരാധീനനായി പറഞ്ഞു. മുഖ്യമന്ത്രിക്കും DGPക്കും നേരിട്ട് പരാതി നൽകുമെന്നും പരാതിക്കാരിയുടെ ഭർത്താവ് അറിയിച്ചിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിൽ നേരത്തെ തന്നെ രാഹുലിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തിരുന്നു. ലൈംഗിക ചൂഷണം, ഭീഷണിപ്പെടുത്തൽ, ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. ഗർഭഛിദ്രത്തിനുള്ള മരുന്നുകൾ വീഡിയോ കോളിലൂടെ കണ്ട് കഴിപ്പിച്ചു എന്നതടക്കമുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പരാതിയിൽ ഉണ്ടായിരുന്നത്. ഈ കേസുകളിൽ അന്വേഷണം പുരോഗമിക്കവെയാണ് ഭർത്താവിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നത്. ഈ വിവാദങ്ങൾക്കിടയിലും രാഹുലിന് നിയമപരമായി ആശ്വാസകരമായ തീരുമാനങ്ങൾ കോടതിയിൽ നിന്ന് മുൻപേ ലഭിച്ചിരുന്നു. 2025 ഡിസംബർ ആദ്യവാരത്തോടെ തന്നെ തിരുവനന്തപുരം സെഷൻസ് കോടതിയും ഹൈക്കോടതിയും വിവിധ കേസുകളിൽ രാഹുലിന് അറസ്റ്റിൽ നിന്ന് സംരക്ഷണം നൽകിയിരുന്നു. പരാതിക്കാരിയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളും രാഷ്ട്രീയ ഗൂഢാലോചന എന്ന പ്രതിഭാഗത്തിന്റെ വാദവും പരിഗണിച്ചാണ് കോടതി അന്ന് ജാമ്യം അനുവദിച്ചത്. എന്നാൽ ഈ നീക്കത്തിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നാണ് കോൺഗ്രസ് നേതൃത്വവും രാഹുൽ അനുകൂലികളും ആരോപിക്കുന്നത്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നൽകുമെന്ന വാർത്തകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. കേസിൽ രാഹുലിന് അനുകൂലമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതും പാലക്കാട് രാഹുലിന് മാത്രം കൈമുതലായ ജനസമിതിയും വെച്ച് നോക്കുമ്പോൾ മറ്റൊരു പേര് ചിന്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. ഈ സാഹചര്യം മുതലെടുത്താണ് പരാതിക്കാരുടെ ഭർത്താവ് ഇത്തരമൊരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പാലക്കാട് രാഹുലിന് സീറ്റ് നൽകുന്നതിൽ കോൺഗ്രസിൽ ഭൂരിപക്ഷത്തിന് അനുകൂല അഭിപ്രായമാണുള്ളത്. ആ സാഹചര്യത്തിൽ കേസിന്റെ ശക്തി വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ പരാതിക്കാരിയുടെ ഭർത്താവിനെ രംഗപ്രവേശനം ചെയ്തിരിക്കുന്ന ആക്ഷേപവും ശക്തമാണ്. കൂടാതെ മുൻ മന്ത്രി ആന്റണി രാജുവിനെതിരായ കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെയാണ് രാഹുലിനെതിരെയുള്ള വാർത്തകൾ വീണ്ടും സജീവമായത് എന്നതും ശ്രദ്ധേയമാണ്. ആന്റണി രാജുവിനെതിരെയുള്ള വിധിയുടെ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകാതെ ബ്രേക്കിംഗ് ന്യൂസ് എന്ന രീതിയിൽ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ രാഹുലിന്റെ വാർത്തയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. ആന്റണി രാജു ഉൾപ്പെട്ട തൊണ്ടിമുതൽ കേസിൽ സർക്കാരിനും LDFനും ഏറ്റ തിരിച്ചടിയിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമമാണിതെന്ന് രാഹുൽ അനുകൂലികൾ വാദിക്കുന്നു. രാഹുലിനെതിരെ പുതിയ ആയുധങ്ങൾ പുറത്തെടുത്ത് സർക്കാരിനെതിരെയുള്ള വാർത്തകളെ പുകമറയ്ക്കുള്ളിലാക്കാനുള്ള നീക്കങ്ങളെന്ന ആക്ഷേപവുമുണ്ട്. എന്നാൽ 2026 പൊതു തെരഞ്ഞെടുപ്പിൽ രാഹുലിന് സീറ്റ് നൽകുന്ന കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഭിന്നസ്വരങ്ങളും ഉയരുന്നുണ്ട്. PJ കുര്യനെ പോലുള്ള മുതിർന്ന നേതാക്കൾ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. പ്രതിച്ഛായ നഷ്ടപ്പെട്ട ഒരു നേതാവിനെ മത്സരിപ്പിക്കുന്നത് പാർട്ടിയുടെ വിജയ സാധ്യതയെ ബാധിക്കുമെന്നാണ് ഇവരുടെ പക്ഷം. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ രാഹുലിൽ നിന്ന് അകലം പാലിക്കുന്നതും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനത്തെ ബാധിച്ചേക്കാം. അതേസമയം പാലക്കാട് പിടിച്ചെടുക്കാൻ BJP ഇത്തവണ വമ്പൻ തന്ത്രങ്ങളാണ് മെനയുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം നേടിയ ആത്മവിശ്വാസത്തിൽ പാലക്കാട് നിയമസഭാ മണ്ഡലം NDAയുടെ അക്കൗണ്ടിലാക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. രാഹുലിനെതിരെയുള്ള ലൈംഗികാരോപണങ്ങളും ഭർത്താവിന്റെ വെളിപ്പെടുത്തലുകളും വോട്ടർമാർക്കിടയിൽ സജീവമായി പ്രചരിപ്പിക്കാനാണ് BJPയുടെ തീരുമാനം. K. സുരേന്ദ്രനെ പോലുള്ള കരുത്തനായ നേതാവിനെ തന്നെ പാലക്കാട് രംഗത്തിറക്കി ത്രികോണ മത്സരം കൊഴുപ്പിക്കാനാണ് അവർ ലക്ഷ്യമിടുന്നത്. ഇടതുപക്ഷമാകട്ടെ ഈ തർക്കങ്ങളിൽ നേരിട്ട് ഇടപെടാതെ രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയമായി തങ്ങൾക്ക് അനുകൂലമാക്കാൻ ശ്രമിക്കുകയാണ്. രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചാൽ അത് പാലക്കാട്ടെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കുമെന്ന വിലയിരുത്തലും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്.